യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഇപ്പൊ നമ്മൾ നോക്കേണ്ടത് അപകടത്തിന് ശേഷം പൂജയെ അവർ എന്തു ചെയ്തു എന്നാണ്. തീർച്ചയായും തന്റെ അടുത്തുനിന്ന് പൂജ അവർ മാറ്റിയിരിക്കും. പിന്നീട് ആശുപത്രിയിൽ പൂജയെ എത്തിക്കുന്നതിനിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ അറിയണം. ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് വന്നത് പൂജയല്ലെങ്കിൽ അതിനിടയിൽ എന്ത് സംഭവിച്ചു? അതെന്തായാലും അറിഞ്ഞേ പറ്റും. അതിനാദ്യം ആശുപത്രിയിൽ പൂജയെ എത്തിച്ചത് ആരാണെന്ന് അറിയണം. അത് നേരിട്ട് തന്നെ അന്വേഷിച്ചാലോ? എന്താ സംശയം? നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. ആശുപത്രിയിൽ പോയി നേരിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്നു. ഒരു ദിവസം എത്ര കേസുകൾ വരുന്നതാണ്. അതിനിടയിൽ ഒരു പർട്ടിക്കുലർ പേഷ്യന്റിനെ ആര് കൊണ്ടുവന്നോ എന്നെല്ലാം ഓർത്തിരിക്കാൻ പറ്റുമോ സർ? ഇത് അങ്ങനെ ഒരു സാധാരണ കേസ് അല്ലല്ലോ ഡോക്ടറെ. എന്തുകൊണ്ടല്ല? ഇങ്ങനെയുള്ള എത്ര അപകടങ്ങളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇത് വെറും അപകടം കഴിഞ്ഞ് വന്ന കേസ് അല്ലല്ലോ ഡോക്ടറെ. അപകടം കഴിഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ കുട്ടി ഇവിടെ അഡ്മിറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോ അവർക്ക് പല കാര്യങ്ങളും ഓർമ്മയുണ്ടായിരുന്നില്ലേ? അതെന്തായാലും ശ്രദ്ധിക്കാതെ പോവില്ലല്ലോ. നോക്കൂ, പോലീസിന് അവരുടേതായ രീതിയിൽ ചില കേസുകൾ പ്രത്യേകതയുള്ളതായിരിക്കാം. പക്ഷേ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണോന്നില്ല. അപകടത്തിൽപ്പെട്ടു വരുന്ന ചില ആളുകൾക്ക് അല്പകാലത്തേക്ക് ഓർമ്മ ശരിയാവണമെന്നില്ല. പാർഷ്യൽ അമ്നീഷ്യ എന്ന് പറയും. ചിലർക്കത് ജീവിതം മുഴുവൻ തിരിച്ചു കിട്ടണമെന്നുമില്ല. ഓ, പൂജയപ്പോ അങ്ങനൊരു അവസ്ഥയിലായിരുന്നു? തീർച്ചയായും. എന്താ സംശയം? അതായത് പാർഷ്യൽ അമ്നീഷ്യ. ഞാൻ പറഞ്ഞല്ലോ. അല്ല, ഡോക്ടർ തന്നെയാണ് പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പേഷ്യന്റിനെ ഓർത്തിരിക്കാൻ പാടാണെന്ന്. ഇപ്പൊ കൃത്യമായി അവർക്ക് പാർഷ്യൽ അമ്നീഷ്യ ആണെന്ന് ഉറപ്പിച്ചു പറയുന്നു. അത് നിങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് ആ പേഷ്യന്റിനെ ഓർമ്മ വന്നതാണ്. ഓ, ഗുഡ്. അതേതായാലും നന്നായി. അപ്പോ ഡോക്ടർക്ക് അവര് എങ്ങനെയാണ് വന്നതെന്ന് ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? നിങ്ങളെന്താ എന്നെ ചോദ്യം ചെയ്യാണോ? അയ്യോ ഡോക്ടർ, അല്ല. ഒരു കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ചില വിവരങ്ങൾ ശേഖരിക്കാനുണ്ട്. അതുകൊണ്ട് മാത്രം ചോദിച്ചെന്നേ ഉള്ളൂ. എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞു. ഇനിയൊന്നും പറയാനുമില്ല, ഒന്നും അറിയാനുമില്ല. നിങ്ങൾക്ക് പോകാം. ശരി ഡോക്ടറെ, അപ്പോഴേ നമുക്ക് വീണ്ടും കാണാം. കേസിന്റെ കാര്യം പറഞ്ഞ് ഇനി ഇങ്ങോട്ട് വരണ്ട. ശരി. കിട്ടുന്നില്ലല്ലോ. ഫോൺ കിട്ടുന്നില്ലേ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? അത് നേരത്തെ ചോദിച്ചപ്പോൾ ഡോക്ടർക്ക് പറയാനൊരു വിഷമായിരുന്നല്ലോ. ഇനി പറഞ്ഞുകൂടെ? ഡോക്ടർ ഇപ്പൊ ആർക്കാ ഫോൺ ചെയ്തേ? അത് എന്റെ ഒരു ഫ്രണ്ടിനാ. ഏത് ഫ്രണ്ടിനെ? അത് നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ? ഈ ഫോൺ വിളിയുടെ കാര്യത്തിലാണെങ്കിൽ അത് വേണം. ഇരിക്കും ഡോക്ടർ. എവിടെ? അപ്പൊ സാറിന്റെ ഫ്രണ്ട് കമ്മീഷണർ ആണല്ലേ? ഇനി സത്യം പറ ഡോക്ടറെ, ആ കുട്ടി ഇവിടെ അഡ്മിറ്റ് ചെയ്തതും പൂജയെ കിട്ടിയെന്ന് SI സുഗുണനെ വിളിച്ച് പറഞ്ഞതും കമ്മീഷണർ അല്ലേ? അറിയാവുന്നതെല്ലാം പറഞ്ഞു ഡോക്ടറെ. കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പൂജ എന്ന പേരിൽ നിങ്ങൾ ഇവിടെ നിന്ന് അയച്ചത് വേറൊരാളെയാണെന്ന് ഞങ്ങൾക്കറിയാം. കേസ് ആൾമാറാട്ടമാണ്. അതിലൂടെ നടന്നത് കൊലപാതക ശ്രമവും. ഗൂഢാലോചനയുടെ പേരിലേ ഡോക്ടർ കൂടി അകത്താവും. അത് വേണോ? എന്താ ഡോക്ടറെ,
വേണോ? അയ്യോ, ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കില്ലേ സാറേ. എന്നാ പറഞ്ഞോളൂ, എന്താ ഉണ്ടായത്? പൂജ എന്ന പേരിൽ ഒരു പെൺകുട്ടി ഇവിടെ അഡ്മിറ്റ് ചെയ്യണമെന്നും അപകടം കഴിഞ്ഞ് ഏതോ നാട്ടുകാർ കൊണ്ടുവന്നതാണെന്ന് റെക്കോർഡിൽ എഴുതണമെന്നും കമ്മീഷണറാണ് പറഞ്ഞത്. അതിനുശേഷം ഒരു SI വരുമെന്നും കാര്യങ്ങൾ പറയുമെന്നും പറഞ്ഞു. ആ, അങ്ങനെ SI സുഗുണൻ ഇവിടെ വരികയും പൂജ എന്ന പേരിൽ ഒരു കുട്ടിയെ അർജുന്റെ വീട്ടിലേക്ക് അയക്കുകയും ചെയ്തു അല്ലേ? അതെ. ശരിക്കുള്ള കുട്ടിക്ക് പകരമാണ് ഇവരെ അയക്കുന്നതെന്ന് ഡോക്ടർക്ക് അറിയായിരുന്നോ? അറിയാമായിരുന്നു. ആ കുട്ടിയുടെ പേരെന്തായിരുന്നു? അത് റാണി എന്നാ തോന്നുന്നത്. ആ കുട്ടിയോട് ഡോക്ടർ കാര്യങ്ങൾ സംസാരിച്ചിരുന്നോ? അത് ഞങ്ങൾ ഒരു തവണ സംസാരിച്ചിരുന്നു. ആ കുട്ടിയുടേത് ഒരു വല്ലാത്ത പ്രകൃതമായിരുന്നു. കൂടുതൽ സംസാരിക്കാൻ നിന്നില്ല. ശരി, എന്നാ കാണാം. സാർ, ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല. ആ, ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കരുത്. ആ, ഇങ്ങനെ ഒരു ആൾമാറാട്ട കളിക്ക് പണം വാങ്ങി കൂട്ടുവന്നില്ലേ? അതിൽ കൂടുതൽ എന്താ വേണ്ടത്? കേസ് വരുമ്പോഴേ ഡോക്ടറെ കൂടി ഉൾപ്പെടുത്താതെ പറ്റില്ലല്ലോ. എന്നാ ശരി. എടാ ശ്രീകുമാറേ, എന്താ സീതമേ? ഈ വീട്ടിലാണോ ഞാൻ ഇനി നിൽക്കേണ്ടത്? ആ, കുറച്ചു ദിവസം ഇവിടെ കഴിയാനൊന്നും എന്നെ കിട്ടില്ല. എനിക്ക് താമസിക്കാനേ എന്റെ റാണിമോള് കൊള്ളാവുന്ന ഒരു വീട് ഏർപ്പാടാക്കി തന്നിട്ടുണ്ട്. ആ റാണിമോളാണ് സീതമ്മയോട് കുറച്ചാൽ ഇവിടെ നിൽക്കാൻ പറഞ്ഞത്. ഇവക്കിത് എന്തിന്റെ കേടാ? അത് നേരിട്ട് കാണുമ്പോ ചോദിച്ചാൽ മതി. എന്നാലും ഇതൊരു ചെറിയ വീടായിപ്പോയി. മാമ്പഴ പുളിശ്ശേരിക്ക് പകരം മുളകിട്ട് പുഴുങ്ങി വെച്ചിരിക്കുന്നു. അത് കണ്ട് ഞങ്ങൾ ചിരിച്ചപ്പോ ദേഷ്യം വന്ന് ഓടിപ്പോന്നാ. ദേഷ്യം കൊണ്ടല്ല ചേട്ടാ, എനിക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്, അത് ഉറപ്പാ. പെട്ടെന്നെല്ലാം മറന്നതുപോലെ. എല്ലാരും കൂടി എന്നെ കളിയാക്കി ചിരിച്ചപ്പോ എനിക്ക് സഹിക്കാനായില്ല. അതിന് ഞങ്ങളെ കളിയാക്കി ചിരിച്ചല്ല പൂജ, ആ മാമ്പഴത്തിന്റെ കിടപ്പ് കണ്ടപ്പോ അറിയാതെ ചിരിച്ചു പോയതാ. മധു, നീ മിണ്ടാതിരിക്കും. അവക്ക് ഓർമ്മ വരാത്തോണ്ടൊന്ന് പറഞ്ഞില്ലേ? അതിന് ആദ്യം ഒരു ഡോക്ടറെ കാണിക്കണം. ഇങ്ങനെ നിസ്സാരമായിട്ട് ഇതിനെ കാണരുത്. ഇല്ല ചമ്മേ, ഞാൻ കാര്യമായിട്ട് തന്നെ പരിഗണിച്ചോളാം. എന്തായാലും ഉച്ചയ്ക്ക് മാമ്പഴ പുളിശ്ശേരി ആഗ്രഹിച്ചതല്ലേ? മാമ്പഴം ഉണ്ടെങ്കിൽ അമ്മ ഉണ്ടാക്ക്. പൂജ വേണമെങ്കിൽ കണ്ടുന്ന് പഠിച്ചോട്ടെ. എനിക്കിനി ഒന്നിനും വയ്യ. എനിക്ക് ഭയങ്കര തലവേദന എടുക്കുന്നു. മോള് ചെന്ന് കിടന്നു. ഊണ് കാലാവുമ്പോഴേ ഞങ്ങൾ വിളിച്ചോളാം. ചെല്ല്. കഴിക്ക്. എനിക്ക് വേണ്ട. അത് പറഞ്ഞാ പറ്റില്ല. ഇതേ ആ ചെറുക്ക ഓട്ടോ ഓടിച്ചുണ്ടാക്കിയ കാശ് കൊണ്ട് വാങ്ങിച്ചതാ, കളയാൻ പറ്റില്ല. എന്നാ നിങ്ങൾ തന്നെ അങ്ങ് കഴിക്ക്. ഞാൻ കഴിച്ചോളാം. പക്ഷെ നീ ഇങ്ങനെ പട്ടിണി കിടന്ന് വല്ലതും സംഭവിച്ചാലേ ചത്തുപോവും. അതോർത്തോ ആദ്യമേ. ഇതിലും ഭേദം അതായിരുന്നു. എടി പെണ്ണെ, നീ ഒറ്റയ്ക്കല്ല. നിന്റെ ഉള്ളിലെ മറ്റൊരു കുഞ്ഞൂടി വളരുന്നുണ്ട്. നീ കഴിച്ചാലേ അതിനെന്തെങ്കിലും കിട്ടത്തുള്ളൂ. അതിനെ ദ്രോഹിക്കാൻ മാത്രം അത് നിന്നോട് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. എന്നെ എന്തിനാ ഇവിടെ കൊണ്ടൊന്ന് പൂട്ടിയിട്ടിരിക്കുന്നേ? അതാദ്യം പറ. അതറിഞ്ഞാലേ നീ കഴിക്കൂ. അതെ, ഞാനും എന്റെ കുഞ്ഞും പട്ടിണി കിടന്ന് മരിച്ചു പൊക്കോട്ടെ. ആയിക്കോട്ടെ, എനിക്കെന്താ ഛേദം? നീ എന്റെ മകളോ മരുമകളോ പേരക്കുട്ടിയൊന്നും അല്ലല്ലോ. വേണമെങ്കിൽ കഴിച്ചാ മതി. നിങ്ങൾ എല്ലാവരും പറയുന്നു എന്നെ പോലെ വേറൊരു പെണ്ണുണ്ടെന്ന്. അങ്ങനാണെങ്കി ആരാ അത്?
എവിടെയാ അവള്? അവളിപ്പോഴേ നീ ആയിട്ട് നിന്റെ വീട്ടിൽ അഭിനയിച്ചോണ്ടിരിക്കുക. അഭിനയിക്കുകയോ? അതെ. എന്തേ ആ വാക്കറിയില്ലേ? അവളെന്ന് കരുതിയാണ് അവളുടെ അമ്മ നിന്നെ ആ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോയത്. അവളിപ്പോ കുറച്ചു കാലമായി നിന്റെ പേരില് നിന്റെ ഭർത്താവിന്റെ ഭാര്യയായിട്ടും നിന്റെ അച്ഛന്റെ അമ്മയുടെ മകളായിട്ട് തകർത്ത് അഭിനയിച്ചോണ്ടിരിക്കുക. മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ ആരാണെന്ന് പോലും അറിയാതെ നിനക്ക് അവൾ ആരാണെന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കി തരും? വേണമെങ്കിലേ അത് കഴിച്ച് അടങ്ങി ഒതുങ്ങി ഇവിടെ അങ്ങനെ ഇരിക്കാൻ നോക്ക്. അതിന് ഞാനായിട്ട് അഭിനയിക്കുന്നതുകൊണ്ട് അവക്കെന്താ നേട്ടം? അത് അവളോട് ചോദിക്കണം. ഞങ്ങളൊക്കെ ചോദിച്ചാലേ അവളുടെ വായിന്ന് ഒരു അക്ഷരം വരത്തില്ല. വൈകാതെ നീ കാണാതിരിക്കത്തില്ല. അപ്പൊ ചോദിച്ചോ. എന്തായാലും കാശ് കുറെ കിട്ടിയിട്ടുണ്ട്. അതിലൊരു വിഹിതം എനിക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് മാത്രമാണ് അവളുടെ ഉദ്ദേശം എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്നെ ഇവിടുന്ന് രക്ഷപ്പെടാൻ സഹായിക്കൂ? നല്ല കാര്യമായി. ഊരും പേരും സ്വന്തവും ബന്ധമൊന്നും അറിയാതെ പുറത്തു പോയാലും ഇവിടെ കിടന്നാലും ഒരുപോലല്ലേ? ഒന്നാലോചിച്ച പുറത്തു പോകുന്നതിലും സുരക്ഷിതത്വം ഇതിനകത്താ. അതുകൊണ്ടേ മോൾ എന്തെങ്കിലും കഴിച്ച് ഇവിടെ അങ്ങനെ ചുരുണ്ടുകൂടാൻ നോക്ക്. ദേ ഒരു കാര്യം പറയാം, ഇവിടെ ആരും നിന്നെ ഉപദ്രവിക്കാൻ പോകുന്നില്ല, അതുറപ്പാ. ഇന്ന് താൻ മുറിന്ന് പുറത്തേ ഇറങ്ങിയിട്ടില്ലെന്ന് അമ്മ പറഞ്ഞു. തനിക്ക് അത്രമാത്രം വിഷമമുണ്ടായോ? പിന്നല്ലാതെ, മനഃപൂർവ്വം എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ അപമാനിച്ചതുപോലെയല്ലേ മധു എന്റെ പെരുമാറിയത്? ഞാനൊരു കള്ളിയാണെന്ന മട്ടില്. അതിന് താൻ കള്ളിയല്ലല്ലോ, പിന്നെന്താ? പിന്നെ അങ്ങനെ ഒരു വാക്ക് മധുവാനി ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എന്താ? ആ ചിരി കണ്ടാൽ അറിഞ്ഞൂടെ? അജുവേട്ടൻ അതിന് കൂട്ടുനിന്നു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതൊക്കെ നീ കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഏറെക്കാലം ഈ വീട്ടിൽ കഴിയാന്ന് ഞാനും വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇറങ്ങിപ്പോവും മുമ്പ് ഒന്ന് കുളം കലക്കിയേ ഞാൻ പോവൂ, അത് ഉറപ്പാ. പൂജ ഇപ്പോ എന്താ ആലോചിക്കുന്നതെന്ന് ഞാൻ പറയട്ടെ. എന്താ? എങ്ങനെ നല്ല മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി ഇവിടെ ഉള്ളവരെ ഞെട്ടിക്കാന്നല്ലേ? ആ സാരമില്ല, നമുക്ക് അടുത്ത ദിവസം തന്നെ ഡോക്ടറെ കാണാൻ പോവാം. ചില പ്രത്യേക കാര്യങ്ങൾ മാത്രം മറന്നു പോകുന്നതിന്റെ കാരണം എന്താണെന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം. എന്താ? അതെ അതെ, പോണം. എനിക്കും അതിന്റെ കാരണം അറിയണം. അജേട്ടാ, പാചകം മാത്രല്ല, ചിലപ്പോ അക്ഷരങ്ങൾ വരെ ഞാൻ മറന്നു പോകുന്നുണ്ട്. പോവും. ഓഹ്, അന്ന് എന്നെ ഒപ്പം ആലോചിച്ചെടുത്തത് എത്ര നേരം കൊണ്ടാണെന്നോ. കുട്ടികൾ പഠിക്കുന്ന പോലെ എല്ലാം ആദ്യം മുതലേ പഠിക്കേണ്ടി വരുമെന്നാ തോന്നുന്നു. അതൊക്കെ ഞാൻ പഠിപ്പിച്ചോളാം. അത്തരം കാര്യങ്ങളൊന്നും താൻ വിഷമിക്കണ്ട. അല്ല, വേറെ എന്തൊക്കെ ശരിക്കും പൂജ മറന്നു പോയിട്ടുണ്ട്? മുമ്പ് അരുൺമാൻഡിയോട് പൂജയ്ക്ക് വലിയ അടുപ്പായിരുന്നല്ലോ. പക്ഷെ അപകടം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ആ അടുപ്പ് അങ്ങ് കാണിക്കാതെ. അയ്യോ, അമ്മയോട് എനിക്ക് അടുപ്പക്കുറവൊന്നുമില്ല. ആര് പറഞ്ഞു അത്? തനിക്ക് അടുപ്പക്കുറവൊന്നും ഉണ്ടാവില്ല, പക്ഷെ കാണുന്നവർക്ക് അങ്ങനെയല്ല തോന്നുക. ചില കേസുകളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ആളുകളോടുള്ള പെരുമാറ്റ രീതി തന്നെ മാറിപ്പോയി എന്ന് വരാം. അത് പക്ഷെ എനിക്ക് മനസ്സിലാവുന്നത് പോലെ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ലല്ലോ. അജേട്ടന് മനസ്സിലാവുന്നുണ്ടല്ലോ, അത് മതി എനിക്ക്. അത് പോരാ, എല്ലാവർക്കും ശരിക്കുള്ള താൻ ആരാണെന്ന് മനസ്സിലാവണം. അത് ഞാൻ മനസ്സിലാക്കി കൊടുക്കും. അതിനുവേണ്ടി ഡോക്ടറെ കാണണമെങ്കിലോ ചികിത്സയോ കൗൺസിലിങ്ങോ ഇനി എന്ത് വേണമെങ്കിലും നടത്താൻ ഞാൻ തയ്യാറാ. സത്യത്തില് അതിന്റെ ഒന്നും ആവശ്യമില്ല ചേട്ടാ.
കുറച്ചു നാൾ കഴിഞ്ഞാ എല്ലാം സാധാരണ പോലെ ആയിക്കോളും. ആ ആ ആ അത് ശരിയാ. കാലം എല്ലാ സത്യങ്ങളും തെളിയിക്കും അല്ലേ? ആ, ആ താനാ രാവിലത്തെ കാര്യം മനസ്സിൽ നിന്ന് വിട്ടേക്ക്. മധുവാന്റെയും അച്ഛമ്മയൊക്കെ ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കോളാം. സത്യങ്ങൾ എല്ലാവരും അറിയുമ്പോ എല്ലാം ശരിയായിക്കോളും. ആ താൻ കിടന്നു, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. എല്ലാ സത്യവും തെളിയിക്കുമെന്ന് ഇയാള് പറയുന്നതില് വല്ല മുനയും ഉണ്ടോ? അതിനുള്ള സാധ്യതയൊന്നും ഇതുവരെ ഇല്ല. എന്തായാലും അല്പം കൂടി സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നതാ നല്ലതെന്ന് തോന്നുന്നു. മിനിഞ്ഞാന്ന് നീ ചെയ്തതേ ശരി ഓവറായിപ്പോയി. ഞാൻ എന്ത് ചെയ്തു? ഞാൻ 2 ദിവസമായിട്ട് നിന്നോട് പറയാനിരിക്കുകയായിരുന്നു. ആ നീ വാലിന് തീ പിടിച്ച പോലെ ഓടിക്കൊണ്ടിരിക്കുമ്പോ ഒന്ന് നിന്ന് കിട്ടണ്ടേ? ആ അച്ഛമ്മേ, കുറച്ചു ദിവസം കൂടി ഇങ്ങനെ ഒന്ന് ഓടി തീർക്കാനുണ്ട്. അവസാനം ഫിനിഷിംഗ് പോയിന്റിൽ എത്തുമ്പോ അച്ഛമ്മയ്ക്ക് മനസ്സിലാവും ഞാൻ എന്തിനാ ഇങ്ങനെ ഓടുന്നെന്ന്. ആ അതെന്തെങ്കിലും ആവട്ടെ. നീ അവളോടൊന്നും ഇനി ഇതുപോലെ പെരുമാറരുത് കേട്ടോ. എന്താ അച്ഛമ്മേ? എടാ, പൂജ മോള് ആദ്യമേ പറഞ്ഞു അവക്ക് ചില കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെന്ന്. അതറിഞ്ഞു വെച്ചോണ്ട് അവളോട് പുളിശ്ശേരി ഉണ്ടാക്ക്, പായസം ഉണ്ടാക്ക് എന്നൊക്കെ പറയുന്നത് എന്തിനാ? ഓ അതാണോ? അതെന്താ നിസ്സാര കാര്യമാണോ? ആ കൂട്ടത്തിലോ പരിഹസിക്കാൻ മധു. ഛേ, അവളങ്ങ് വല്ലാതായി പോയി. ഇങ്ങനെയൊക്കെ ശ്രമിച്ചാലല്ലേ അച്ഛമ്മേ പണ്ട് പഠിച്ചൊക്കെ ഓർമ്മ വരൂ. എന്നാലും ഇതിത്തിരി വല്ലാത്ത ശ്രമമായി പോയി. ഗുഡ് മോർണിംഗ് അച്ഛമ്മേ. ആ ഗുഡ് മോർണിംഗ് പൂജ മോളെ, വാ ഇരിക്ക്, ഭക്ഷണം കഴിക്കാം. അയ്യോ എനിക്ക് വേണ്ട അച്ഛമ്മേ. ഭക്ഷണം വേണ്ടേ? നല്ല കാര്യമായി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തെറ്റിക്കരുതെന്നാ. ഇരിക്കേ. അയ്യോ വേണ്ടാത്തോണ്ടാ. ഞാനേ ഒരു ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. എങ്ങോട്ടാ രാവിലെ തന്നെ? അതൊരു കൂട്ടുകാരി കാണാൻ. ജീനയല്ലേ? ആ അതെ. ആ അപ്പൊ ഒരു കൂട്ടുകാരി എന്ന് പറയണോ? എനിക്കറിഞ്ഞൂടാ ജീനെ. കൂട്ടുകാരി ഒന്നും മറന്നിട്ടില്ലല്ലോ അച്ഛമ്മേ, അതന്നെ വലിയ കാര്യം അല്ലേ? അതിപ്പോ നമ്മളെ എല്ലാവരും അവക്ക് ഓർമ്മ വന്നില്ലേ, അതുപോലെ ജീനയെ ഓർത്ത് കാണും. ആ അതെ അതെ അതാണ്. വണ്ടി എത്തി, അപ്പൊ ശരി. ആ പോയിട്ട് വാ മോളെ. അല്ലെങ്കിൽ താൻ ആ വണ്ടി ഞാൻ ക്യാൻസൽ ചെയ്തേക്ക്. ഞാൻ എന്തായാലും ഓഫീസിലേക്ക് ഇറങ്ങായി, പോകുന്ന വഴിക്ക് ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ ഞാൻ ബുക്ക് ചെയ്തതല്ലേ. ക്യാൻസൽ ചെയ്താ പോരെ? അത് മോശമല്ല ചേട്ടാ. അയാള് 5-6 കിലോമീറ്റർ ഇങ്ങോട്ടേക്ക് വേണ്ടി മാത്രം ഓടി വന്നതല്ലേ. ആ മോളത് കേറിപ്പോയിക്കോ. അവിടെ ചെന്ന് എന്തേലും കഴിക്കണം കേട്ടോ. ആ കഴിച്ചോളാം അച്ഛമ്മ. ആ ആ നീ മതിയാക്കിയോ? ആ മതി. എന്നാ പിന്നെ 2 പേർ കൂടെ ഒരുമിച്ച് ഇറങ്ങിയാ പോരായിരുന്നോ? അതല്ലേ ഞാൻ അയാളോട് പറഞ്ഞത്. ഓ നീ എന്തൊക്കെ പറഞ്ഞാലും ആ പെണ്ണിനെ ഇനി ആരും കാണാതെ അവിടെ താമസിപ്പിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. എന്റെ ശ്രീ ഇത്രയായില്ലേ, ഇനി ഏതായാലും കുറച്ച് ദിവസം കൂടി എനിക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. നീ ഇതെന്ത് ഭാവിച്ച റാണി? ചെയ്യുന്നതിന്റെ സീരിയസ്നെസ് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഇത് പട്ടിയും പൂച്ചയൊന്നുമല്ല, ഒരു മനുഷ്യ സ്ത്രീയാ. തട്ടിക്കൊണ്ടുപോകലും തടവി പാർപ്പിക്കലും അതറിഞ്ഞ അകത്താ. എടാ ഒന്നും സംഭവിക്കില്ലെന്നേ. നിനക്ക് അങ്ങനെയൊക്കെ പറയാം. കേസും പോലീസും നിനക്ക് പ്രശ്നമാകില്ല.
എന്നാ എനിക്കങ്ങനെയല്ല. ജയിലിൽ പോയി കിടക്കാനേ എനിക്ക് ഇത്തിരി വിഷമമുണ്ട്. എന്ത് പറഞ്ഞാലും വേണ്ടില്ല, കുറച്ചു നാളുകൂടി നീ അവളെ അവിടെ പാർപ്പിച്ചേ പറ്റൂ. ഈ കുറച്ചാണെന്ന് പറയുമ്പോൾ എത്ര ദിവസം? ആദ്യം എനിക്ക് ആ കമ്മീഷണറെ ഒന്ന് കിട്ടണം. അത് കഴിഞ്ഞ് എന്തും തീരുമാനിക്കാൻ പറ്റും. അയാളിത് എവിടെ പോയി കിടക്കാണ്? അറിയില്ലടാ, കുറച്ച് ദിവസമായിട്ട് ഞാൻ വിളിച്ചോണ്ടിരിക്കുക, ഫോണിൽ കിട്ടുന്നില്ല. ഞാൻ എവിടെയെങ്കിലും പോയി അന്വേഷിക്കണോ? അയാൾ എവിടെയുണ്ടെന്ന് അറിയായിരുന്നെങ്കിൽ ഞാൻ തന്നെ പോയി സംസാരിക്കില്ലേ? അത് ശരി. അപ്പോൾ ഇത് ഈ അടുത്തൊന്നും അവസാനിക്കുന്ന പ്രശ്നമല്ലല്ലേ? ഓ, അവസാനിക്കും. എടാ, അങ്ങനെ കുറെ നാളൊന്നും നമുക്കങ്ങനെ കാത്തിരിക്കേണ്ടി വരില്ല. ഇപ്പൊ അവളെ നമ്മൾ പുറത്തുവിട്ടാ അത് നമ്മളെ രണ്ടുപേരെയും ബാധിക്കും. ഉറപ്പായിട്ടും പോലീസ് നമ്മളെ രണ്ടുപേരെയും പൊക്കും. ഇത്രയും വരെ കാര്യങ്ങൾ എത്തിച്ചിട്ട് എനിക്ക് വയ്യ ജയിലിൽ പോയി കിടക്കാൻ. ദേ, കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള പെണ്ണ അവള്. ഇത്രയും നാളും അവളായിട്ട് അഭിനയിച്ചിട്ട് അതിന്ന് കുറെയെങ്കിലും സ്വന്തമാക്കാതെ വെറുതെ ഇറങ്ങിപ്പോവാൻ പറ്റുമോ? ഡാ, എടുത്ത പണിക്ക് കൂലി വേണ്ടേ? നിന്റെ ഈ ആർത്തി എന്നാ അവസാനിക്കുക? ഉള്ളതുകൊണ്ട് മനസമാനത്തോടെ ജീവിച്ച പോരെ? എടാ മോനെ, കയ്യിൽ പണം വന്നാൽ മനസമാധാനം താനെ വരും. അതിനുള്ള സമയം നീ എനിക്ക് തന്നേ തീരൂ. അതിനുള്ളിൽ എനിക്ക് തീർക്കേണ്ട മറ്റൊരു കടം കൂടി തീർക്കണം. വേറെന്താ പരിപാടി? എനിക്ക് ജന്മം തന്ന ആളുണ്ടല്ലോ, അയാൾക്ക് കൊടുക്കാനുള്ളത് കൂടി എനിക്ക് കൊടുത്തു തീർക്കണം. സത്യം പറ, എന്താ നിന്റെ ഉദ്ദേശം? അത് ചെയ്യാനുള്ളത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. റാണി, നീ വെറുതെ അബദ്ധമൊന്നും കാണിക്കരുത്. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. എല്ലാം കഴിഞ്ഞ് കൈ നിറയെ പണവുമായിട്ട് ഞാൻ വരുമ്പോ നീ എന്റെ കൂടെ വരാൻ തയ്യാറായിട്ട് നിന്നാ മാത്രം മതി. ഞാൻ വെറുതെ പറയുന്നല്ല. ആരും തിരഞ്ഞു വരാത്തൊരു സ്ഥലത്തേക്ക് ഞാനും നീയും കൂടി പോവും. അവിടെ നമ്മളൊരു പുതിയ ജീവിതം തുടങ്ങും. ഇത്രയും കാലം ജീവിച്ച പോലെയല്ല, നീ ആഗ്രഹിക്കുന്ന പോലെയുള്ള സമാധാനപൂർണമായ ഒരു ജീവിതം. നിനക്ക് വിശ്വാസം വരുന്നില്ല എന്ന് എനിക്കറിയാം, പക്ഷെ അത് സംഭവിക്കും. നീ കാര്യമായിട്ടാണോ പറയുന്നത്? ഒരുമിച്ച് ജീവിക്കാനുള്ള താല്പര്യവും ഇഷ്ടവും ഒരു പെണ്ണ് ആണിനോട് പറയേണ്ട രീതി ഇങ്ങനെ ആയിരുന്നില്ല അല്ലേ? ആ, എന്തിയാന, എനിക്കിങ്ങനെ പ്രപ്പോസ് ചെയ്യാനേ അറിയൂ. എടാ, കുറച്ച് ദിവസം കൂടി നീ കാത്തിരിക്കേ. ചെല്ലട്ടെ? എന്നാ ചെല്ല്. ഹലോ. ആ കിരൺ, ഞാൻ റാണിയെ ഫോളോ ചെയ്ത് വന്നാണ്. അവളിവിടെ അടിവാരത്ത് ഒരു ഓട്ടോപേട്ടയിൽ വന്നിരിക്കുന്നു. അവിടെയുള്ള ഒരു ഓട്ടോക്കാരനുമായിട്ട് കുറെ നേരം സംസാരിക്കുന്നത് കണ്ടു. ഒരുപക്ഷെ പൂജ ഒളിപ്പിച്ചു വെക്കാൻ അവനാണ് അവളെ സഹായിച്ചിട്ടുള്ളതെങ്കിലോ? എന്തെങ്കിലും വൈറ്റലായ ഇൻഫർമേഷൻ അയാൾ ഇന്ന് കിട്ടാതിരിക്കില്ല. എന്നാ പിന്നെ അവനെ പൊക്കിയാലോ? എടോ, താൻ ആ ലൊക്കേഷൻ അയക്കേ, ഞാനിപ്പോ തന്നെ അവിടേക്ക് എത്താം. ആ, ശരി. ഓക്കെ.
കാര്യങ്ങള് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ലല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീകുമാറിനെ പിടിച്ച പൂജ എവിടെ ഉണ്ടെന്ന് അറിയാവുന്ന ഞാൻ കരുതിയത്. അതിപ്പോ വെറുതെ ആയി. നമ്മൾ റാണിയെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ റാണി നമ്മളെ ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്ന് വേണം കരുതാൻ. നമ്മൾ പുറകെ ഉണ്ടെന്ന് അവള് മനസ്സിലാക്കിയിരിക്കുന്നു. ശ്രീകുമാർ വഴി നമ്മൾ പൂജയുടെ അടുത്ത് എത്തും എന്ന് ഉറപ്പായപ്പോ അവള് കടത്തിയതാവാനാണ് സാധ്യത. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും സമർത്ഥയാണ് അവള്. ഇനിയും നമ്മൾ അവളെ ഇങ്ങനെ വെറുതെ വിടുന്നത് ശരിയാണോ? നമുക്ക് അറസ്റ്റുമായിട്ട് മുന്നോട്ട് പോയാലോ? എടോ, അല്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ നിലവിട്ട് എന്തെങ്കിലും ചെയ്തു പോകും. എടോ, മണ്ടത്തരം കാണിക്കരുത്. ഏറിയാൽ 3-4 ദിവസം, അതിനുള്ളിൽ പൂജ നമ്മുടെ കയ്യിലേക്ക് വരും. അതിനു മുമ്പ് നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്ത് പൂജയ്ക്ക് കുഴപ്പമുണ്ടാക്കി വെക്കരുത്. അർജുന് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയില് നമുക്ക് ഇതല്ലാതെ വേറെ മാർഗമില്ല. റാണിക്ക് സംഭവിക്കുന്ന ഓരോ കാര്യവും നിരീക്ഷിക്കാൻ പുറത്ത് ആളുണ്ടെങ്കിലോ? റാണിയെ നമ്മൾ അറസ്റ്റ് ചെയ്യുന്ന അതേ നിമിഷം പൂജയ്ക്കെതിരെ എന്തെങ്കിലും നടന്നാലോ? ഇത്രയും കാലം നമ്മൾ ക്ഷമിച്ചില്ലേ? ഇനി കുറച്ചു ദിവസം കൂടി അർജുൻ കാത്തിരുന്നേ പറ്റൂ. കണ്ടില്ലേ മാധുരി, പൂജമോൾ ഇപ്പോഴാ ശരിക്കും പൂജമോളായതല്ലേ? അതെ അമ്മേ, ഒക്കെ എന്റെ പ്രാർത്ഥനയുടെ ഫലവാ. എന്തേ അല്ലെന്ന് തോന്നുന്നുണ്ടോ? ഏഹേ, ഈ വീട്ടിൽ എല്ലാവർക്കും നല്ലത് വരണമെന്നല്ലേ അമ്മ ആഗ്രഹിക്കുള്ളൂ. പിന്നെ എനിക്ക് എന്തിനാ അങ്ങനെ അല്ലാന്ന് തോന്നുക? ഞാനേ രഹസ്യമായിട്ടൊരു ജോത്സ്യനെ കണ്ടു. പൂജയുടെ പേരും നാളും പറഞ്ഞു കൊടുത്ത് നോക്കിച്ചപ്പോ ഇപ്പൊ ദശാപകാര കാലമാണെന്നാ പറഞ്ഞത്. ശനിയുടെ അപകാരം 11 മാസവും 12 ദിവസവും നിൽക്കുമത്രേ. എല്ലാ ശനിയാഴ്ചയും ശാസ്താവിന് നീരാഞ്ജനവും നീലപ്പെട്ടും നെയ്വിളക്കും എന്നിവ തുടർന്ന് ചെയ്യണം. കഴിയുമെങ്കിൽ പ്രദോഷവ്രതം നോക്കണം. ഇപ്പൊ മനസ്സിന്റെ നിയന്ത്രണമാണ് പ്രധാനം. അത് പുറത്തു നിന്ന് ചില ശക്തികൾ നിയന്ത്രിക്കാൻ ശ്രമിക്കും. അതിന് ബലം കൊടുക്കാൻ ശാസ്താവും ശിവനും അല്ലാതെ വേറെ ആളില്ലെന്നാ എന്നോട് പറഞ്ഞത്. ഏതമ്പലത്തിൽ പോകുന്ന കാര്യം അച്ഛമ്മ പറയുന്നത്? ഒന്നുമില്ല മോളെ, ചില വഴിപാടുകൾ നടത്തേണ്ടതിനെ പറ്റി പറഞ്ഞതാ. അച്ഛമ്മയുടെ കാലുവേദന ഇപ്പൊ എങ്ങനെയുണ്ട്? അതൊക്കെ പഴയ പോലെ തന്നെ ഉണ്ട്. ഞാൻ തടവി തരണോ? വേണ്ട മോളെ, പണ്ടെനിക്ക് കാല് വേദനിക്കുമ്പോ നീ തടകി തരുമായിരുന്നു. അതിനൊരു പ്രത്യേക സുഖമാ. അപ്പോ ഓർമ്മയുണ്ടോ നിനക്ക്? ഓർമ്മയുണ്ടോന്ന് ചോദിക്കുന്ന എന്തിനാ? വിരൽ പിടിച്ചൊരൊറ്റ വലി, അതല്ലേ? അത് തന്നെ. പക്ഷേ നിനക്ക് അതിലൊരു പ്രത്യേക രീതിയുണ്ട്. അതാ അച്ഛമ്മ ഉദ്ദേശിച്ചത്. ഇനിയിപ്പോ ആ പ്രത്യേക രീതിയിൽ പിടിച്ചവര് സംസാരിച്ചു തുടങ്ങും. ആ ഏരിയയിലേക്ക് കടക്കാതിരിക്കുന്നതാണ് ബുദ്ധി. ആഹാ, ഇന്ന് വീണ്ടും ട്രഡീഷണൽ ലുക്കിലായല്ലോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടാവുന്ന വേഷത്തിൽ തന്നെ ജീവിക്കാന്ന് വിചാരിച്ചു. ആണോ? എന്താ അങ്ങനെ തോന്നാൻ കാരണം? ഒന്നും ഉണ്ടായിട്ടല്ല. വെറുതെ ഇന്ന് ഫോണിൽ നോയിക്കൊണ്ടിരുന്നപ്പോ ഒരാളുടെ പ്രസംഗം കേട്ടപ്പോ അതാണ് ശരിയെന്ന് തോന്നി. പ്രസംഗോ? വലിയൊരാളാ.